AN രാധാകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം തൊഴിൽമേളകൾ, ആ തൊഴിൽമേളകൾ 100% സൗജന്യമായിട്ടാണ് ഞങ്ങൾ നടത്തിയത്. അതിൽ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടായിരുന്നില്ല. അതിൽ പങ്കെടുക്കുന്ന കമ്പനികളിൽ നിന്നുള്ള ഫീസ് ഞങ്ങൾ വാങ്ങിയിരുന്നില്ല. അങ്ങനെ ഏതാണ്ട് ഒരു 70,000-ൽ കൂടുതൽ ആളുകൾ കഴിഞ്ഞ ഒരു 8 വർഷ കാലയളവിനുള്ളിൽ കൊറോണ ഉൾപ്പെടെയുള്ള ഘട്ടങ്ങളിൽ ഓൺലൈനായി പോലും ഞങ്ങൾ തൊഴിൽമേളകൾ നടത്തുകയും ഏതാണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 78,000-80,000-ഓളം ആളുകൾക്ക് ചെറുതും വലുതുമായ തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സംരംഭമായിരുന്നു തൊഴിൽമേള സൈനിന്റെ. അതിൽ 25,000-ഓളം ആളുകൾ വരെ പങ്കെടുത്തിട്ടുള്ള തൊഴിൽമേളകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ചെങ്ങന്നൂരിലൊക്കെ പങ്കെടുത്തിട്ടുള്ള തൊഴിൽമേളയിൽ 25,000-ൽ കൂടുതൽ ആളുകൾ ഞങ്ങളുടെ ഈ തൊഴിൽമേളകളിൽ വന്നിട്ടുണ്ട്. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾ, അവർക്ക് ആർട്ടിഫിഷ്യൽ കാല്, കൈ, അതുപോലെ തന്നെ വീൽ ചെയറുകൾ, അവർക്ക് യാത്ര ചെയ്യാനുള്ള 3 വീലറുകൾ, ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് റിച്ചാർഡ് ഹൈ MP-യുമായി ബന്ധപ്പെടുത്തി തൃശൂർ കേന്ദ്രമായി നടത്തുകയുണ്ടായി. 7ഓളം ക്യാമ്പുകളിൽ നിന്ന് ആളുകളെ ഐഡന്റിഫൈ ചെയ്ത് കേരളത്തിൽ ഇന്നേ വരെ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഹാൻഡിക്യാപ്പ് ഈ പാവപ്പെട്ട ആളുകളുടെ ദിവ്യാംഗരായ ആളുകൾക്ക് കൊടുത്തുള്ള സംരംഭം നടത്തിയത് ഞങ്ങൾ സൈനാണ്. 1820 പേർക്ക് അതിന്റെ ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്. അതിലേതാണ്ട് 200ഓളം 3 വീലറുകൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് കൊച്ചിൻ ഷിപ്പ്യാർഡ് സ്പോൺസർ ചെയ്താണ്. ഞങ്ങളുടെ സിസ്റ്റം അനുസരിച്ച് ഈ ഫണ്ടൊന്നും ഞങ്ങൾ സൈനിലേക്ക് വാങ്ങിയിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമായ അലൻകോനാണ് അവർ വിതരണം ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ 3 കേന്ദ്രമന്ത്രിമാർ പങ്കെടുത്ത വിപുലമായ പരിപാടി ഞങ്ങൾ സൈനിന്റെ നേതൃത്വത്തിൽ തൃശൂർ നടത്തുകയുണ്ടായി. ഇപ്പൊ കുറെ കാലങ്ങളായി കേന്ദ്ര മന്ത്രാലയത്തിന്റെ ആയുഷ്മാൻ ഭാരത് എന്ന പദ്ധതിയുടെ ഭാഗമായി കണ്ണുകളുടെ പരിശോധനയും ചെറിയ പരിപാടി 50 പേര് 60 പേരൊക്കെ പങ്കെടുക്കുന്ന പരിപാടി 100-ൽ കൂടുതൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. 2000-ഓളം ആളുകൾക്ക് സൗജന്യമായ ഓപ്പറേഷൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് ആയുഷ്മാൻ ഭാരതിന്റെ സെൻട്രൽ ഗവൺമെന്റ് പരിപാടി ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് ചെയ്തത്. പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്. പാവപ്പെട്ട നിർധനരായ ആളുകൾ, പ്രത്യേകിച്ച് പട്ടികജാതി വിഭാഗങ്ങളുടെ ആളുകളുടെ കല്യാണത്തിനുള്ള സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം വരെ കൊടുത്തിട്ടുണ്ട്. ചികിത്സയിൽ ഇരിക്കുന്ന ആളുകൾ, പാവങ്ങളായ ആളുകൾക്ക് ഇപ്പോൾ ഈ വൈപ്പിനിലേക്കുള്ള ലിവർ പ്ലാന്റേഷൻ ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് ഞങ്ങൾ സഹായം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള സഹായങ്ങൾ നടത്തുന്ന കഴിഞ്ഞ 10-12 വർഷമായി പൊതുരംഗത്തുള്ള ഒരു സ്ഥാപനമാണ് സൈൻ. എന്നെ സംബന്ധിച്ചിടത്തോളം 4 പതിറ്റാണ്ടിന് മേലെ പൊതുരംഗത്ത് പാരമ്പര്യമുള്ള ഒരാളാണ്. RSSലൂടെ പൊതുജീവിതം ആരംഭിച്ച് 15-ാം വയസ്സിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടി ജയിലിൽ പോയി പൊതുജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരാൾ. സംഘപ്രചാരകനായും BJPയുടെ വിവിധ ചുമതലകളിലൂടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവി ചുമതല എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരാളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം സേവനം, നിസ്വാർത്ഥമായ സമീപനം, ഇത് ഞങ്ങൾ ശാഖയിലൂടെ സ്വീകരിച്ചിട്ടുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ സേവനോന്മുഖരായി കഴിഞ്ഞ 4 പതിറ്റാണ്ട് അല്ലെങ്കിൽ 4.5 പതിറ്റാണ്ട് കാലയളവിനുള്ളിൽ ചെറുപ്പത്തിൽ മുതൽ നടത്തിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങളുടെ ഇടയിൽ പല ആളുകളുമായി ഞങ്ങൾ കണ്ടുമുട്ടുന്നു. പല സംവിധാനങ്ങളുമായി ഒത്തുചേരാനുള്ള സാഹചര്യമുണ്ടാകും. അങ്ങനെ വന്ന സമയത്താണ്
ഇപ്പോൾ പലപ്പോഴും ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയവുമായി ബന്ധപ്പെടുത്തി സ്കൂട്ടറുകൾ വിതരണം നടത്തുന്നു, തയ്യൽ മെഷീനുകൾ വിതരണം നടത്തുന്നു, ലാപ്ടോപ്പുകൾ വിതരണം നടത്തുന്നു. ഇതൊക്കെ നടക്കുന്നതിന്റെ ഭാഗമായി ഞാൻ ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും നിസ്വാർത്ഥമായ പ്രവർത്തനത്തിന് എന്നും മാർഗദർശിയായിട്ടുള്ള സായിഗ്രാമിന്റെ ചെയർമാനും ഗുരുതുല്യനായ അനന്തകുമാർജി എന്നോട് സൂചിപ്പിച്ചു, ഈ തയ്യൽ മെഷീന്റെയും സ്കൂട്ടറിന്റെയും ഒക്കെ പരിപാടികൾ വരുന്നുണ്ട്, നല്ലതാണ്, സഹകരിക്കാം. അത് കണ്ട സമയത്ത് ഇതിന്റെ ഔപചാരികമായ ഒരു ഉദ്ഘാടനം കോഴിക്കോട് നടക്കുന്നു. ബഹുമാന്യനായ മന്ത്രി വളരെ മാന്യനായ അഴിമതിയുടെ കറപുരളാത്ത കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുന്ന 2 വീലർ പദ്ധതി കാണുകയുണ്ടായി. അതുപോലെ തന്നെ ഞങ്ങൾ ഈ പരിപാടിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എന്റെ ഏറ്റവും ബഹുമാന്യരായ പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളുടെ ഒക്കെ വലിയ പങ്കാളിത്തമുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ്, ആ പ്രസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട അവിടുത്തെ ആളുകൾക്ക്, കുട്ടികൾക്ക് നിസ്വാർത്ഥമായി അനന്തകുമാർജിയും നേരത്തെ സൂചിപ്പിച്ച അനന്തകൃഷ്ണനും ഒക്കെ പങ്കെടുത്തിട്ടുള്ള, ഞങ്ങളാരുമില്ലാത്ത, ഞങ്ങൾ സൈൻ ചെയ്യുന്നതിന് മുമ്പ് ബഹുമാന്യനായ മന്ത്രി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി നടക്കുകയുണ്ടായി. അപ്പൊ സ്വാഭാവികമായും ഇത് ചർച്ച ചെയ്യപ്പെട്ടപ്പോ പൊതുരംഗത്തുള്ള എന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ CSR ഫണ്ടുകൾ വഴി പലതും ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പൊതുപ്രവർത്തനമാണ് ഞാൻ. ഇന്ത്യ ഗവൺമെന്റ് 2% കമ്പൽസറി ആയിട്ടുള്ള CSR ഫണ്ടുകൾ നിലവിൽ നിൽക്കുന്നു. അത് പല രംഗങ്ങളിലും ഇന്ന് പോസിറ്റീവായി ഉപയോഗിക്കുന്നു, വളരെ നല്ല സെൻസിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു, ഇതിന്റെ ഫണ്ടിംഗ് സംവിധാനം എങ്ങനെയാണ്? അപ്പൊ എന്നോട് പറഞ്ഞു, ഇത് CSR ഫണ്ടാണ്. അപ്പൊ സ്വാഭാവികമായും ഇത്രയും കാലത്തെ എക്സ്പീരിയൻസും പൊതുപ്രവർത്തനത്തിന്റെ പാരമ്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തി എനിക്കതിൽ ഭയപ്പെടേണ്ടതായ കാര്യമില്ല. CSR ഫണ്ടുകൾ വഴിയുള്ള സംവിധാനമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഇതിനുവേണ്ടി കേരളത്തിലെ സൊസൈറ്റികളെ, ഇംപ്ലിമെന്റിംഗ് ഏജൻസികളെയൊക്കെ സംഘടിപ്പിച്ചൊരു കോൺഫെഡറേഷൻ ഉണ്ടാക്കി. ആ കോൺഫെഡറേഷനിൽ ഞങ്ങളുടെ സൈൻ അംഗമല്ല. ആ കോൺഫെഡറേഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് ബഹുമാന്യയായ മന്ത്രി നമ്മുടെ ടീച്ചറാണ്, ബിന്ദു ടീച്ചറാണ്. അതൊക്കെ നല്ല സെൻസിൽ ചെയ്തിട്ടുള്ള ആളാണ്, ഞാൻ ആക്ഷേപം ഉന്നയിക്കല്ല കേട്ടോ. മനോജ്, അത് കേരളത്തിലെ 100-200 സംഘടനകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ആ കോൺഫെഡറേഷൻ. അതിൽ വളരെ മാന്യമായി പ്രവർത്തിക്കുന്ന, നമുക്കെല്ലാം ബഹുമാനിക്കുന്ന ഒരുപാട് സംഘടനകൾ അതിന്റെ ഭാഗമായിട്ടുണ്ട്. അറിയപ്പെടുന്ന സംഘടനകൾ അതിന്റെ ഭാഗമാണ്. ഇപ്പോ ആതുര സേവന രംഗത്തും ജനങ്ങളെ സേവിക്കുന്ന രംഗത്തും എന്നും കർമ്മനിരതരായി ജീവിതം ഒഴിഞ്ഞു വച്ചിട്ടുള്ള മതമേലധ്യക്ഷന്മാരുൾപ്പെടെയുള്ള ട്രസ്റ്റുകളുണ്ട്. ഇപ്പോ ദർശന ചാരിറ്റബിൾ ട്രസ്റ്റ് കോതമംഗലം അതിരൂപതയുടെ അണ്ടറിലുള്ളതാണ്. 100% സേവനം നടത്തുന്ന സ്ഥാപനങ്ങളാണ്. അതുപോലുള്ള ഒരുപാട് സംഘടനകൾ ഇതിന്റെ ഭാഗമായി പ്രവർത്തന രംഗത്തുണ്ട്. ഇപ്പോ ഏറ്റവും ബഹുമാനനായ നമ്മുടെ അബ്ദുൽ വഹാബ് നേതൃത്വം കൊടുക്കുന്ന JSS വലിയ സേവന രംഗത്തുള്ള സംഘടനയാണ്. അതേപോലെ തന്നെ ഒരുപാട് സൊസൈറ്റികൾ, എൻ്റെ കയ്യിൽ അതിന്റെ കണക്ക് ഉണ്ട്. നമ്മുടെ രാജഗിരി ഹോസ്പിറ്റലുണ്ട്, ഈ പോലീസ് സംവിധാനവുമായിട്ടുള്ള ബന്ധപ്പെട്ട സംവിധാനങ്ങളുണ്ട്. അതേപോലെ തന്നെ വളരെ പ്രസിദ്ധമായ കിഡ്സ് എന്ന് പറയുന്ന നമ്മുടെ മൂത്തകുന്നത്ത് ഏറ്റവും സേവന സന്നദ്ധമായ സ്ഥാപനമുണ്ട്. അങ്ങനെ രാജ്യത്തെ ഒരുപാട് സ്ഥാപനങ്ങൾ, കൊച്ചി ദേവസ്വം ബോർഡ് വരെയുണ്ട്.